ലക്ഷ്യമില്ലാതെ അലയുന്ന ഒരു കപ്പൽ പോലെയായിരുന്നു കേരളത്തിൻ്റെ രാഷ്ട്രീയം. ആർക്കും ഒരു ലക്ഷ്യവുമില്ല, എങ്ങോട്ടൊക്കെയോ കാറ്റിനനുസരിച്ച് ഓടിക്കൊണ്ടേയിരിക്കുന്നു. അവിടേക്കാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തി കൃത്യമായ ഒരു അജണ്ട സെറ്റ് ചെയ്തത്. ആ അജണ്ട മറ്റൊന്നുമായിരുന്നില്ല, കേരളത്തിൽ നടക്കുന്ന അഴിമതി തന്നെ ആയിരുന്നു. ഇടതിനും വലതിനും നടുവിനുമെല്ലാം മിണ്ടാതിരുന്ന ഒരു കാര്യം മോദി എടുത്ത് പുറത്തിട്ടു എന്ന് മാത്രമല്ല, എടുത്ത് അലക്കേണ്ടതുപോലെ തന്നെ അലക്കി. കരുവന്നൂരിൽ തുടങ്ങി, പിന്നെ ഗോൾഡ് സ്മഗ്ലിങ്ങിലേക്ക് എത്തി. അതിൻ്റെ വേരുകൾ പോകുന്നത് മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്കാണെന്നുകൂടി ക്ലിയറായി അദ്ദേഹം പറഞ്ഞു വെച്ചു. അതായത് മോദി കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട സെറ്റ് ചെയ്തു എന്നർത്ഥം. പക്ഷേ അതിൻ്റെ വാലെ പിടിക്കാൻ കോൺഗ്രസ്സുകാരെ മറ്റുള്ളവർ കണ്ടില്ല എന്നുള്ളതും ഒരു വിരോധാഭാസം. ഇവിടെ ഞങ്ങൾ മുൻപേ പറയാറുണ്ട്, ഇവിടെ ഒരു കൂട്ടുകൃഷിയാണെന്നും ഒരു കൂട്ടുകുടുംബമാണ് എന്നും. ആ കൂട്ടുകുടുംബത്തിലെ ചേട്ടനും അനിയനുമൊക്കെയാണ് ഇവിടുത്തെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും. അവർക്ക് വേണ്ടത് പറയാൻ, വേണ്ടാത്തത് മൂടി വെക്കാനും നന്നായി അറിയാം. അവിടേക്കാണ് മോദി വന്ന് അവരുടെ അജണ്ട സെറ്റ് ചെയ്ത് പോയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കരുവന്നൂരിൽ കൂടുതൽ അറസ്റ്റുകൾ നടക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മാസപ്പടിയിലും ചോദ്യം ചെയ്യലും അറസ്റ്റുകളും ഉണ്ടാകും. അങ്ങനെയെങ്കിൽ അഴിമതി തുറന്നു കാണിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ വരാൻ പോകുന്നത്. ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം ഒരിടത്തല്ലെങ്കിൽ മറ്റൊരിടത്ത് ഇവർ ഇതിൻ്റെയൊക്കെ ഭാഗഭാക്കുകളാണ്. അതുകൊണ്ടായിരിക്കാം കോൺഗ്രസ് നിശബ്ദത പാലിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂ, ഒരുപക്ഷെ ഏഷ്യാനെറ്റിലെ ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത സിന്ധു സൂര്യകുമാറിനെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സിന്ധു സൂര്യകുമാർ പറഞ്ഞുകൊണ്ടിരുന്നത് മോദി മാധ്യമങ്ങളെ ഭയക്കുന്നു, മാധ്യമങ്ങളുടെ ഇൻ്റർവ്യൂവിന് മുമ്പിൽ മോദി വരില്ല എന്ന്. ഏതായാലും കഴിഞ്ഞ ദിവസം മോദിക്ക് മുമ്പിൽ ചോദ്യം ചോദിക്കാനിരുന്ന സിന്ധു സൂര്യകുമാറിനെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. കാരണം കഴിഞ്ഞ കുറേ നാളായി പറഞ്ഞുകൊണ്ടിരുന്ന വലിയ പരിഭവം മാറിക്കാണുമെന്ന് കരുതുന്നു. അവിടെയും മോദി ചില കാര്യങ്ങൾ പറഞ്ഞു, നോട്ട് ചെയ്യപ്പെടേണ്ടതാണ്. കഴിഞ്ഞ കുറേ കാലമായി കേന്ദ്രവും ഈ സംസ്ഥാനത്തിലെ ചില സാമുദായിക നേതാക്കളും നേരിട്ടാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതെന്ന് വാർത്തകൾ പലതുണ്ടായിരുന്നു. ഞങ്ങളടക്കം പലരും വാർത്തയും നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന ആ ഇൻ്റർവ്യൂവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് സഭാ തർക്കം പരിഹരിക്കാൻ തന്നെ ചില ബിഷപ്പുമാർ കണ്ടിരുന്നു എന്നാണ്. അടുത്ത വർഷം മാർപ്പാപ്പ വരുന്ന കാര്യവും ഈ ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി. അതായത് കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലെ സഭാ നേതൃത്വവും ബി ജെ പി എന്ന് പറയുന്നതിനേക്കാൾ ഉപരി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത്ഷായുമായി ഡയറക്റ്റാണ് കാര്യങ്ങൾ ഡീല് ചെയ്യുന്നത്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം മോദി പറഞ്ഞത് സഭാ തർക്കം തീർക്കാൻ തന്നെ സമീപിച്ചിരുന്നു എന്ന്. ഏതായാലും ബി ജെ പിയുടെ ഒരു പ്ലാൻ എ ഉണ്ടായിരുന്നു, ഇവിടെ ഹൈന്ദവ വിശ്വാസികളെയും ക്രിസ്ത്യൻ വിശ്വാസികളെയും എല്ലാം ഒന്നിച്ചു കൊണ്ടുപോകാൻ. പക്ഷേ അത് പൊളിഞ്ഞടിഞ്ഞപ്പോഴാണ് പ്ലാൻ ബിയിലേക്ക് തിരിഞ്ഞത്. പ്ലാൻ ബിയുടെ മുഴുവൻ ചുക്കാനും പിടിച്ചത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വമായിരുന്നു. കാരണം അവർക്കതിന് പരിചയമുണ്ട്. ക്രിസ്തീയ ഭൂരിപക്ഷ മേഖലയിലെല്ലാം തന്നെ കടന്നു കയറി നേട്ടം കൊയ്യാൻ ബി ജെ പിക്ക് കഴിഞ്ഞതും ആ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ബുദ്ധിയും പ്രവർത്തനവുമായിരുന്നു. അതുതന്നെയാണ് അവർ കേരളത്തിലും നടപ്പാക്കി വന്നത്. കഴിഞ്ഞ ദിവസം രൂപതയുടേതായ വന്ന ഒരു മുഖപ്രസംഗം ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അവിടെ അവർ പറയുന്നത് ബി ജെ പിയെ അകറ്റി നിർത്തരുത്, നാം അകത്ത് കയറുകയാണ് വേണ്ടത്, ഇല്ലെങ്കിൽ നാം പുറത്തു തന്നെ നിൽക്കേണ്ടി വരുമെന്ന്. അതുതന്നെയാണ് യാഥാർത്ഥ്യവും. ഏതായാലും കേരളത്തിലെ അജണ്ട സെറ്റ് ചെയ്തതും മോദിയാണ്, ബാക്കി കാര്യങ്ങൾ നീക്കുന്നതും മോദിയാണ്. ഏതായാലും കേരളത്തിൽ നിന്നും പോയ മാധ്യമപ്രവർത്തകർക്ക് സന്തോഷമായി കാണും. ഒരുപക്ഷെ നാളെ മുതൽ ഇനി പറയില്ലായിരിക്കും മോദി മാധ്യമങ്ങളെ ഭയക്കുന്നുവെന്നും മാധ്യമങ്ങൾക്ക് ഇൻ്റർവ്യൂ നൽകുന്നില്ല എന്നും. ഏതായാലും ഇനി വേണ്ട കാര്യം, മോദി ഉയർത്തിയ വിഷയങ്ങളുണ്ട്, അത് അഴിമതിയാണ്. അത് കോൺഗ്രസിനും ബി ജെ പിക്കും എല്ലാം നിരന്തരം ഉയർത്താൻ കഴിയുന്ന വിഷയവുമാണ്. ആ വിഷയം ഉയർത്തുക തന്നെ വേണം. കാരണം കാലമേറെയായി. സ്വർണ്ണക്കള്ളക്കടത്ത് എന്തായെന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെ ആയിരിക്കുന്നു. ജനം മടുത്തു തുടങ്ങുന്നതിന് മുമ്പ് അതിന് ഒരു തുടക്കം കുറിക്കാൻ കഴിയണം. അതുപോലെ തന്നെ മറ്റു പല കേസുകളിലും അങ്ങനെ അഴിമതികൾ പുറത്ത് കൊണ്ടുവരിക തന്നെ വേണം. ഒരുപക്ഷെ മൂന്നാം വട്ടം മോദി എത്തുമ്പോൾ കള്ളന്മാർ അകത്തായേക്കാം. അതുവരെ കാത്തു നിൽക്കുന്നതിന് മുൻപ് സൂചനയെങ്കിലും നൽകിയേ മതിയാകൂ. അതിനിവിടെ ശക്തമായൊരു പ്രതിപക്ഷമുണ്ടെന്ന് തോന്നലുണ്ടാക്കണം. വി ഡി സതീശനായാലും കെ സുരേന്ദ്രനായാലും ഈ വിഷയങ്ങളാകണം ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തേണ്ടത്. അതല്ലാതെ അവിടെയും ഇവിടെയും തൊടാതെ ചില കാര്യങ്ങൾ പറഞ്ഞാൽ ജനത്തിനൊന്നും മനസ്സിലാകില്ല. മലയാളികൾ പൊതുവെ പല ചിഹ്നത്തിലും വോട്ട് ചെയ്ത് ശീലമുള്ളവരാണ്. അവർക്ക് എന്തു സംഭവിച്ചാലും അവിടെയൊക്കെ ചിലപ്പോൾ കുത്തിയെന്നിരിക്കും. പക്ഷേ ഇത്തവണ അടിയൊഴുക്കുകൾ വ്യക്തമാണ്. പല മണ്ഡലങ്ങളിലും ശക്തമായ അടിയൊഴുക്കുണ്ട്. അതായത് ചില സ്ഥാനാർത്ഥികൾ ജയിക്കില്ല എന്നറിഞ്ഞിട്ടും ആ സ്ഥാനാർത്ഥികൾക്ക് തന്നെ വോട്ട് ചെയ്യുമെന്ന് മനസ്സിലുറപ്പിച്ച് ചങ്കുറപ്പുള്ള ഒരു വിഭാഗം ഉയർന്നു വന്നിരിക്കുന്നു. അവർക്ക് മടുത്തു തുടങ്ങിയിരിക്കുന്നു. കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികൾ അവർ നോക്കുന്നത് മൂന്നാമതൊരു കക്ഷിയാണ്. അതാര് പറഞ്ഞില്ലെങ്കിലും അവരതിന് വോട്ട് ചെയ്യുക തന്നെ ചെയ്യും. കാരണം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കടലെരമ്പുന്നുണ്ട്, പ്രതിഷേധ കടൽ. ആ കടലിനെ ഒന്നുകൂടി ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് അത് പൊങ്ങി ഒരു വലിയ സുനാമി പോലെ അടിച്ച് കയറുക തന്നെ ചെയ്യും. അതിന് വേണ്ട ചങ്കൂറ്റം പ്രതിപക്ഷ പാർട്ടികൾക്കുണ്ടാകണം, പ്രത്യേകിച്ച് ബി ജെ പിക്കും. ഇത് ന്യൂസിൻ്റെ വളരെ പോയിൻ്റ്. നന്ദി, നമസ്കാരം.